സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നീ എൻ പുന്നകൈ മന്നൻ. എന്റെ നാക്കി പറഞ്ഞു പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. അവിടെ ധനികനായ ഒരു പണക്കാരനുണ്ട്, ഒരു തമ്പുരാൻ. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. See for yourself. തോർക്കണം. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? സൂര്യോദയത്തിന് മുമ്പ് കടകൾ തുറക്കണമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. ഇങ്ങനെ പോയാൽ ഞാൻ സമയത്ത് ചുങ്കം എങ്ങനെ കൊടുക്കും? നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ആ കശാപ്പുകാരൻ ഭരണവാസില്ലേ, അവന്റെ കയ്യിൽ നിന്ന് മുഴുവൻ ചുങ്കം പിടിച്ചുകൊണ്ടുവരും. കയ്യിലെ കത്തി നോട്ടം കാണുമ്പോ ഭയമാവുന്നു. എനിക്ക് എന്റെ പേര് ഇതിനും വലിയ മല്ലന്മാരിൽ നിന്ന് ചുങ്കം പിടിച്ചിട്ടുള്ളവരാണ് സക്കറിയ. ആര് ഈ കൊടക്കമ്പിയ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. എന്നാ പേടിക്കാൻ വരട്ടെ, പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത് സിനഗോഗിൽ സിയൂസിനെ കണ്ടതേയില്ലല്ലോ. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും. ദേവാലയത്തിൽ താങ്കളുടെ ഇരിപ്പിടം ഒഴിഞ്ഞും കിടക്കുന്നു. ശകലകലാവല്ലഭൻ. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ, എന്ത് ചെയ്യാം. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര. അതെയോ? അപ്പോൾ യഹൂദാദേശത്ത് എന്നെ പോലെ തന്നെ താങ്കളും അറിയപ്പെടുന്ന ഒരു ധനികനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. രണ്ടുപേരും കട്ടക്കാണ്, അതുകൊണ്ട് ആരും ഇല്ലാണ്ടായി പോകുന്നൊരിതില്ല. ഇവിടെ നിന്ന് ഒരെണ്ണം കൊടുക്കുമ്പോ അവിടുന്ന് ബാലൻസ് ആയിട്ട് വേറെ വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല ജൂലിയാസ്, ഇതെല്ലാം കാലം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്നല്ലാതെ എന്താ ഇപ്പോൾ ഞാൻ പറയുക? നിങ്ങളെ മൊത്തത്തിൽ കണ്ടാൽ ഒരു കമ്പ് മുറൽ കുത്തി നാരങ്ങാത്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ നോക്ക് കുത്തിയാണെന്നേ തോന്നൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ വിളവ്? 100 മേന് കിട്ടിയെന്ന് പരക്കൂര് ശ്രുതി ഉണ്ടല്ലോ. എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. കഴിഞ്ഞ വർഷം 100 അല്ല, ഇരട്ടി വിളവാണ് എനിക്ക് കിട്ടിയത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. ഈ വർഷം അതിൽ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊന്നോ കൊടുക്കത്താ. പിന്നെ ഈ സാമ്രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാൻ നമ്മൾ ചെയ്ത പ്രയത്നം ആരും കാണുന്നില്ലല്ലോ. അതേ ജൂലിയാസ്, അതുകൊണ്ടാണ് നമ്മുടെ കെട്ടിടങ്ങൾ പണിയുന്ന ലൂസിഫറിനെ ഞാൻ കണ്ടു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. 1000 ശേക്കൽ വെള്ളി മുൻകൂറായി ഏൽപ്പിച്ചു വരുന്ന വഴിയാണ്. ഇതൊക്കെ അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. നന്നായി. കുറച്ച് പണം നഷ്ടമായാലും ബൃഹത്തായ ഒരു കെട്ടിടമങ്ങ് പണിയണം. ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓസ്കർ അവാർഡ് കിട്ടി. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് ചെക്കൻ? നീ കണക്ക് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 8 1 എത്രയാ? 9. അത് തന്നെ. അഭിനയിച്ചവരെ ഡയലോഗ് പറഞ്ഞവരെയൊക്കെ അങ്ങ് മാറ്റിയെടുത്തു. ഈ ഡയലോഗ് എഴുതിയ ആളാ. എന്റെ കഥകൾ, കവിതകൾ, നിരൂപണങ്ങൾ എല്ലാം ഇന്നത്തെ സിനിമയുടെ മുഖച്ഛായ തന്നെ തകർത്തു അരിപ്പണമാണ്. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കെടുത്താൻ തുടങ്ങിയിട്ട്. പോരാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മതി കൂടി വരിക. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? അപ്പൊ ഞാൻ വരാൻ